സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ന്യൂസ് അല്ല, ഇതൊരു അഡൻറ്റുമായിട്ട് കണ്ടാൽ മതി. ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു PC മേടിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം അവിടുത്തെ ഒരു കടയിൽ പോയായിരുന്നു. അവിടെ ലോജിറ്റെക് എന്ന് പറഞ്ഞ കടയിൽ പോയി. അപ്പോൾ അവിടെ അവരിട്ട് എസ്റ്റിമേറ്റൊക്കെ വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്തൊന്നും ഒതുങ്ങത്തില്ല. കാര്യം 1 ലക്ഷം രൂപയൊക്കെ എത്തുമ്പോഴത്തേ ഒരു വളരെ വീക്കായിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡ് വല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഈ പരിപാടി വേണ്ടാന്നൊക്കെ വെച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നെക്സ്റ്റ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആദ്യം ഒരു കടയിൽ ചെന്നു. ആ കടയിൽ ചെന്നപ്പോൾ അവൾ പറഞ്ഞ് അവിടെ അല്ല ഇപ്പോൾ മെയിൻ ഷോപ്പ് സിറ്റിയുടെ അകത്താണ്. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് സിറ്റിയുടെ നടുക്കുള്ള ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ എന്തോ ഓഫറോ ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് ഓഫറുണ്ട്, പ്രൈസ് എല്ലാം കൂടെ പറഞ്ഞു വന്നപ്പോഴത്തെ നല്ല കിടുക്കാച്ചൊരു സിസ്റ്റം. ബേസിക്കലി ഒരു 3060 Ti, പിന്നെ Ryzen 7 512GB SSDയും പിന്നെ ഒരു 32GB റാമും എല്ലാം കൂടെ ഉള്ളത് ഒരു 80 റേഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. നല്ലൊരു ക്യാബിനും കിട്ടുമെന്നു. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ടാണ്, എനിക്കറിയാം അത് സ്ട്രൈറ്റ് ആണെങ്കിൽ പറഞ്ഞിരുന്നത് എനിക്ക് ഡൗട്ട് അടിച്ചേനെ. പക്ഷേ ഇത് ഓഫറൊക്കെ ഉള്ളതുകൊണ്ടാണ് കിട്ടിയതെന്നുള്ള വിചാരിച്ച്, പ്രൊമോഷനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലപ്പോൾ കാശില്ല, കുറച്ച് ടൈമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് കാശൊക്കെ സെറ്റാക്കി അവിടെ ചെന്നു, പേയ്മെൻറ്റൊക്കെ ചെയ്തു, റെഡിയായി. അവർ പറഞ്ഞു 7 ദിവസത്തിനകം സാധനം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ 7 ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 7 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു സോറി ബ്രോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വർക്കിംഗ് ഡേയ്സൊക്കെ ഇരുന്ന് എണ്ണിയിട്ട് പിന്നെ ആ വർക്കിംഗ് ഡേയുടെ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഡിലേ ഉണ്ട്, ഒരാഴ്ചയും കൂടെ എടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-1.5 ആഴ്ച കഴിയുമ്പോഴത്തേ എനിക്ക് തിരിച്ചിങ്ങ് നാട്ടിൽ വരണം. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞോടെ ഞാൻ പിന്നെ അവിടെ സ്ഥിരം പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ ചെല്ലും, നോക്കും, ബ്രോ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ഓക്കെയൊക്കെ പറയുന്നത്. അവരൊരു സിസ്റ്റം എടുത്ത് കാണിച്ചിട്ട് ആ സിസ്റ്റമാണ് പണിതുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് വേണം അപ്പം സാധനം അസംബിൾ ചെയ്തിട്ട് അങ്ങ് എടുക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ച് എന്തായാലും നാട് വരെ ഞാൻ ഈ PC പൊക്കിക്കൊണ്ടെടുത്ത് വരാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുന്ന വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവും, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഓക്കെ ഫ്രീ ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെ വീട്ടിൽ എത്തിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നാട്ടിൽ നടന്നു വെച്ചാൽ കൊല്ലം. അങ്ങനെ കൊല്ലത്തെത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സമയത്ത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായി. പക്ഷേ ഈ സാധനം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ ഇല്ല, എങ്കിലും സാധനം എത്തുന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് എനിക്ക് എക്സാമൊക്കെ ഉണ്ട്, ഞാൻ PSC ഒക്കെ നോക്കുന്ന സമയം. അങ്ങനെ എക്സാമിൻ്റെ ഇടയിൽ ഈ സാധനം കയറിയിട്ട് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ എല്ലാ ദിവസവും വിളിയും. പിന്നെ വിളിയെടുക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ആകെ ടെൻഷനായി, സീനായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പിന്നെ അവിടെ ചെന്ന്, ഇവിടെ നാട്ടിൽ വന്ന് ഞാൻ തിരിച്ചവിടെ ചെന്ന് കയറി സിറക്കിയപ്പോഴും സാധനം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഷിപ്പ് ചെയ്യുന്നതിൽ കുറച്ച് വിഷയം വന്ന്, ഷിപ്പ് ചെയ്യുന്ന ആൾക്കെന്തോ പ്രശ്നം വന്നതാ. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ ഒരു ഫൈനലൊരു ടൈം പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് സാധനം കിട്ടിയില്ലെങ്കിൽ സാധനം ഷിപ്പിങ്ങിൻ്റെ കേട എവിടെ ഇരിക്കുന്നോ അവിടെ ഏത് നാട്ടിലാണെങ്കിലും ഞാൻ ചെന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് 1 മാസത്തിൻ്റെ അന്ന് രാത്രി 10-10:30 ആയപ്പോഴാണ് ഇവർ ഈ സാധനം കൊണ്ടുവരുന്നത് വീട്ടിലോട്ട്. സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കണക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തെ Ryzen 7 വരെ Ryzen 9 ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഇയാളെ വിളിച്ച് പറഞ്ഞ് Ryzen 9 ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇതാണൊക്കെ പറഞ്ഞ് അത് മാറിപ്പോയതാ, വേറൊരു ഗെയിമറുണ്ട് അങ്ങ് വയനാട്ടോ ഇവിടെ ഒരു ഗെയിമറുണ്ട്, ആ ഗെയിമറിന് കിട്ടേണ്ട സാധനമാണ് എനിക്ക് കിട്ടിയത്. കാര്യം എനിക്ക് മനസ്സിലായി സാധനം വന്നു കഴിയുമ്പോൾ ഞാൻ അവിടെ വെച്ച് കണ്ട കേസല്ല ഇവിടെ വന്നപ്പം. അവിടുത്തെ കേസ് എന്ന് ഞാൻ നോക്കി വെച്ചിരുന്ന കേസ് ഭയങ്കര എയർ വെൻറ്റിലേഷനൊക്കെ ഉള്ളതായിരുന്നു. ഇതിപ്പം ഗ്ലാസ് വെച്ചുള്ളതാണ്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ മണി പാടാം, പക്ഷെ കാണാൻ നല്ല കിടിലോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ മടുത്തിരിക്കുകയാണ്. എനിക്ക് വിളിച്ച് നമ്മുടെ ഒരു ഊപ്പാട് വരും. കാര്യം ഞാൻ ബേസിക്കലി 100 വട്ടമെങ്കിലും വിളിച്ചാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ പിന്നെ വിചാരിച്ച എത്ര രൂപയാവും എക്സ്ട്രാ ഇതിന് ഈ സാധനം എൻ്റെ കൈ വെക്കാൻ, Ryzen 7 വരെ വെക്കാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് 10 രൂപയും കൂടെ എക്സ്ട്രാ ആകുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാശ് സെറ്റാക്കി 10 രൂപയും കൊടുത്തു കഴിഞ്ഞ് Ryzen 7 വരെ Ryzen 9 ആണ് എനിക്കിപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു റിവ്യൂ ഒക്കെ ഇടണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 5 സ്റ്റാറിന് വരെ 4 സ്റ്റാർ ഇടാം, കാര്യം ഇങ്ങനെ മോശം ആണല്ലോ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ ആ റിവ്യൂയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ചോദിച്ചു പറഞ്ഞു പുള്ളി ഒന്ന് എഡിറ്റൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഏറ്റവും അവസാനം ഞാൻ ഒരു ഫേവറബിൾ റിവ്യൂ ഒക്കെ ഇട്ട് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ്
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആളുകൾ വന്ന് ഈ സിസ്റ്റമൊക്കെ കാണുമ്പോൾ ചോദിക്കും എവിടെ നിന്ന് എടുത്തെന്ന്. അപ്പോഴൊക്കെ ഞാൻ വലിയ സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം പിന്നെ ഈ അന്ന് ഞാൻ അവരെ വിളിച്ച തെറിയൊക്കെ അവർ ഞാൻ സജസ്റ്റ് ചെയ്ത ആളുകൾ എന്നെ വിളിക്കും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഞാനിങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 2-3 മാസമായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ആളുകൾ ഓരോന്ന് നെക്സ്റ്റ് ജിങ്സിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം ഇതിനു മുമ്പ് എനിക്ക് ഈ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ മറ്റേ മങ്കിഫൈഡിൻ്റെ ഒക്കെ എടുത്ത ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടാലോ എന്ന് എനിക്ക് പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട, ഗെയിമേഴ്സിനെയൊക്കെ ചങ്കാണ്, വെറുതെ റിസ്ക് ഒന്നും എടുക്കേണ്ട, അവന്മാർ വന്ന് പൊങ്കാലയിടും. അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യം ഇങ്ങനെ ആളുകൾ ഓരോന്നും എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ സാരമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേർക്ക് ഇങ്ങനെ ഡിലേ വരുന്നതിൻ്റെ ആയിരിക്കും, ഞാൻ അനുഭവിച്ചാണല്ലോ. പിന്നെ ഈ ഒരു ആഴ്ചയായിട്ട് ഒരാഴ്ച മുമ്പാണ് ആകെ കൂടെ ഇതിൻ്റെ ഫുൾ കാര്യം ഇടിഞ്ഞ് വീണത്. പ്രശ്നമൊക്കെ എന്താണ്, ബേസിക്കലി ഇയാൾ എൻ്റെ സിസ്റ്റം തരുന്ന ആ ടൈം കഴിഞ്ഞുടനുള്ള ബാക്കി സിസ്റ്റംസ് ഒന്നും വലിയ രീതിയിൽ ഡെലിവറി ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ബൈ ചാൻസ് Ryzen 7 മതിയെന്ന് പറഞ്ഞ് Ryzen 9 ഇതേ കണക്ക് കൊടുത്ത് Ryzen 7 എടുക്കാനോ അങ്ങനെ വല്ല പരിപാടിയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല, കാര്യം CPU അടുത്ത് കിട്ടത്തില്ലായിരുന്നു. ആ അവസ്ഥയായിരുന്നു. പക്ഷേ ജസ്റ്റിന് രക്ഷപ്പെട്ട്, എനിക്ക് അന്ന് കാശ് സെറ്റാക്കാൻ പറ്റിയോണ്ട് രക്ഷപ്പെട്ട്. അപ്പം സംഭവം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം യൂട്യൂബിൽ ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും. ആകെ സീനായി. എത്ര 3 കോടി രൂപയോ 2 കോടിയോ 3 കോടിയോ രൂപ എത്ര എല്ലാവർക്കുമായിട്ട് കൊടുക്കാനുണ്ട്. ഇയാൾ അവിടുത്തെ ആളുകളെല്ലാം പറ്റിച്ചു. എന്ന് വെച്ചാൽ ഞാൻ PC എടുക്കുന്ന കാലം അവിടെ വന്ന് മേടിച്ച പലരും എന്ന് വെച്ചാൽ ഡിസംബർ സമയത്ത് അവിടെ വെച്ച് കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത പലർക്കും ഇപ്പോൾ സാധനം കിട്ടിയിട്ടില്ല. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് സാധനം കിട്ടി. അപ്പം എനിക്കെപ്പോഴേ അറിയാമെന്ന് വാറൻറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടത്തില്ലെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ സാധനം ഒരു 1.5 രൂപയുടെ സാധനമാണ് ഇപ്പോൾ എനിക്ക് 80 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം. 80 അല്ല 90,000 ആ റേഞ്ചിൽ കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ വാറൻറ്റി എന്തെങ്കിലും ക്ലെയിം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, റിപ്ലേസ് ചെയ്താലും ലാഭമാണ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒന്നുമല്ലേ. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ജസ്റ്റിന് മിസ്സായിരുന്നു. എനിക്ക് വേറെ ആ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും എനിക്കൊരു പാളിച്ച വെട്ടിയിട്ട് ഞാൻ റിട്ടേൺ അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് അവരെടുത്ത് വന്ന് എടുത്തുകൊണ്ട് പോകാനോ ഒന്നുമില്ലോ പറഞ്ഞിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ പറയണമല്ലോ, അന്ന് ഞാൻ പറഞ്ഞില്ല, എപ്പോഴേലും പറയണമല്ലോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജെൻ റിക്സിൻ്റെ. അത് കഴിഞ്ഞ് ഇപ്പം ആകെ സീനായി ഇരിക്കുകയാണ്. പോലീസുകാർ പറയുന്നത് പോലീസ് കേസ് എടുക്കത്തില്ല, ലീഗൽ അല്ല സിവിൽ പ്രശ്നമാണെന്ന്. പല റിവ്യൂസൊക്കെ വന്ന് ഗാഡ്ജറ്റ്സ് മലയാളം അതിൻ്റെ മലയാളിയൊക്കെ വന്ന് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച്, സീക്രട്ട് ഏജൻറ്റൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചു. പെട്ടെന്ന് കത്തിക്കറി. ന്യൂസ് മീഡിയക്കാരൊന്നും ഇത് തൊടുന്നില്ല. ഞാൻ ഈ ഗാഡ്ജറ്റ്സ് മലയാളം ആളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ വൈബൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത, ഞാൻ മറ്റേ വേറുണ്ടല്ലോ റിക്കി റോജർ, അയാളുടെ ഗാഡ്ജറ്റ്സ് വീഡിയോസാണ് യൂഷ്വലി കാണാറുള്ളത്. അല്പം കൂടെ നൈസ് വൈബാണ്. പക്ഷേ ഈ കണ്ടൻറ്റ് അയാൾ ഇട്ടത് നൈസായി, കൊള്ളാം, നൈസായിട്ടുണ്ട്. പുള്ളിക്കാരൻ നൈസായിട്ട് കാര്യം എന്തായാലും പുറത്തു കൊണ്ടുവന്നു. ഈ പുള്ളി പറഞ്ഞ ശേഷമാണ് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞത്. പക്ഷേ ആ പുള്ളിക്കാരനും ഈ ഇതിനെ പ്രൊമോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. തൊടാനൊക്കത്തില്ല, ആ രീതിയിൽ സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. കാര്യം എല്ലാവർക്കും ഇങ്ങനെ PC ഒക്കെ ലാഭത്തിന് കൊടുക്കുമ്പം എല്ലാവരും ഭയങ്കര ഫാൻസായിട്ട് മാറി. പക്ഷേ ഇതായിരുന്നു വിഷയം. ബേസിക്കലി എനിക്ക് തോന്നുന്നു കാശ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ കിട്ടിയ കാശുണ്ടല്ലോ, ആ കാശ് അതിന് മുമ്പ് കിട്ടിയ കാശും കൂടെ വെച്ചിട്ടായിരിക്കും എനിക്ക് PC തരുന്നത്. അത് വെച്ചിട്ട് അടുത്ത ആളെ പിടിച്ചിട്ട് അയാളുടെ കൊടുക്കുന്ന കാശും പിന്നെ വേറെ ആരെയും കൊടുക്കുന്ന കാശും കൂടെ വെച്ചിട്ട് PC പിടിച്ചിട്ട് അയാൾക്ക് കൊടുക്കും. പക്ഷേ വിഷയം വരുന്നത് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കയ്യിലെ കാശെല്ലാം തീരും, കുറേ ഓർഡറുകളും കയ്യിൽ കാണും, അതൊക്കെ കൊടുക്കണം, ആകെ സീനാവും. അതാണിപ്പോൾ സംഭവിച്ചതെന്ന് തോന്നുന്നു. പുള്ളി അല്ലാതെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് വേറെ പരിപാടി ചെയ്തതെന്നും അല്ലാന്ന് തോന്നുന്നു. ആ കാശൊക്കെ ഓൾറെഡി പോയി. ആർക്കൊക്കെയോ കിട്ടേണ്ട സിസ്റ്റത്തിൻ്റെ കാശും കൂടെ വെച്ചിട്ടാണ് എനിക്ക് ഈ സിസ്റ്റം എടുത്ത് തന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഈ റേറ്റിനൊന്നും ഈ സാധനം കിട്ടത്തില്ല. അപ്പം അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാനത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി വല്ല എക്സ്പീരിയൻസും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ ഷെയർ ചെയ്യാം. എന്തായാലും നാളെ നമുക്ക് അടുത്ത ഒരു എന്തെങ്കിലും ന്യൂസൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്ന വീഡിയോസ് ഇത് കണക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇടുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫേസ് റിവീലൊക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലം എൻ്റെ ശബ്ദം മാത്രം കേട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുക. അതിനുള്ള സാഹചര്യം എനിക്കിപ്പോൾ ഉള്ളൂ. എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. ഫോണൊക്കെ ശോകമാണ്. S21 FE എക്സിനോസ് എഡിഷനാണ്. എടുക്കല്ലേ മക്കളെ, അനുഭവം കൊണ്ട് പറയാം. ബാറ്ററിയൊക്കെ 2-3 വട്ടമൊക്കെ ചാർജ് ചെയ്യണം. വലിയ പ്രോസറാണെന്നൊക്കെ പറയാം. എന്നിട്ട് ഗെയിമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ PUBG കളിക്കുമ്പോൾ ഞാൻ പെട്ടിരിക്കുകയാണ് ഇവിടെ. അതെടുക്കരുത്. സ്നാപ്ഡ്രാഗൺ ഇടലോന്ന് തോന്നുന്നു. പക്ഷേ എക്സിനോസ് ശോകത്തിൽ ശോകം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ. അതുവരെ ബൈ.